ട്രസ്റ്റ് യു ഗായ്സ്, നല്ല കിടിലൻ ബോയ്സിനായാലും ഗേൾസിനായാലും ഒരുപോലെ യൂസ് ചെയ്യാം. കിഡിലോസ്കി പെക്കച്ച് മക്കച്ചും കുക്ലച്ച് സാധനമാണ്. വീക്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് നല്ലതുപോലെ ചേഞ്ച്, ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ നല്ലത് കിട്ടില്ല ഗായ്സ്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ പെൻഡിങ് വെച്ചേക്കുന്ന ഒരു സാധനമായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അപ്പം തന്നെ യൂട്യൂബ് മാമ വിചാരിച്ചാണ് ഇങ്ങനെ ആണ്ടിലും അമാവാസിക്കും ഒക്കെ വന്ന് കയറി ഇറങ്ങി പോയിട്ട് നിനക്ക് അങ്ങനെ ഇപ്പം വലിയ ആളാവണ്ടെന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് മാമൻ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധ്യത കുറവ്. ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഞാൻ ഇന്നേക്ക് വന്നത്. വേറൊന്നുമല്ല, നമ്മുടെ വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പ് കൊടുത്തൊരു പ്രോഡക്റ്റ് ആണ്. അങ്ങനെ എനിക്കും ഒരുപാട് DM വന്നിട്ടുണ്ട് റിവ്യൂ ചെയ്യുമോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാം. നമുക്ക് അങ്ങനെ ചാടിക്കേറി നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇട്ട് നമുക്ക് കൊള്ളാവോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് വെച്ചിട്ട്. ട്രസ്റ്റ് യു ഗായ്സ്, നല്ല കിടിലൻ സാധനമാണ്. കിഡിലോസ്കി പെക്കച്ച് മക്കച്ചും കുക്ലച്ച് സാധനമാണ് ഗൈസ്. നിങ്ങൾക്ക് ഇതൊന്ന് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ റിസൾട്ട്. ശരിക്കും പറഞ്ഞാൽ അവർ ഈ ബ്രാൻഡ് അവകാശപ്പെടുന്ന എല്ലാ കാര്യങ്ങളോടും ഞാൻ യോജിക്കുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ സിയെക്കാട്ടി 10 മടങ്ങ് പവർഫുൾ ആണോ അങ്ങനൊരു ഇതൊന്നും എനിക്കില്ല. പക്ഷേ നല്ലതാണ്, നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവുന്നുണ്ട്. ബോയ്സിനായാലും ഇപ്പോൾ ബോയ്സ് പൊതുവേ ചോദിക്കുന്ന കാര്യമാണ്, ഇപ്പം ഞങ്ങൾക്കിത് പറ്റുമോ. ശരിക്കും പറഞ്ഞാൽ ബോയ്സിനായാലും ഗേൾസിനായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ സാധനമാണ്. ബോയ്സൊക്കെ പുറത്തൊക്കെ പോയി ടാനടിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ടാൻ മാറാനും നിങ്ങളുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു കിടിലൻ സാധനമാണ്. ബോയ്സിനും 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു സാധനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നുപോയി സഹോ. വേറൊന്നുമല്ല, ഇപ്പം ഈ വൈറ്റമിൻ സി, നയാസിനമൈഡ്, ഹൈലറോണിക് ആസിഡ്, ഗ്ലൂട്ടതയൻ. അപ്പോൾ ഗ്ലൂട്ടതയൻ അവിടെ മാറി നിൽക്കട്ടെ, അത് അല്ല, ഈ ആക്റ്റീവ്സ് ഉണ്ടല്ലോ, വൈറ്റമിൻ സി, ഹൈലറോണിക് ആസിഡ്, നയാസിനമൈഡ്. അപ്പോൾ ഈ 3 ആക്റ്റീവ്സിൽ ഏതെങ്കിലും ഒരു ആക്റ്റീവ്സ് പിടിക്കാത്ത ആരെങ്കിലും കാണുമല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യ സമയത്തൊക്കെ എനിക്ക് വൈറ്റമിൻ സി പിടിക്കത്തില്ലായിരുന്നു. അപ്പം വൈറ്റമിൻ സിയോ ഇല്ലെങ്കിൽ ഹൈലറോണിക് ആസിഡോ നയാസിനമൈഡോ അങ്ങനെയുള്ള ആക്റ്റീവ്സ് ഏതെങ്കിലും ഫേസിൽ പിടിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ മസ്റ്റായിട്ട് പാച്ച് ടെസ്റ്റ് എടുത്തിട്ടേ ചെയ്യാവൂ. കാരണം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ആക്റ്റീവ്സ് പണി തരുന്ന ആക്റ്റീവ്സിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ, സ്വിച്ചിങ്ങും, ബേണിംഗ് സെൻസേഷനും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും നിങ്ങളുടെ സ്കിൻ ബാരിയർ ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആര് യൂസ് ചെയ്താലും നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾക്ക് പാച്ച് ടെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവൂ. കാട്ടി 10 മടങ്ങ് ഇതാണെന്നുള്ളത് മാത്രമല്ല, തയൻ അതുപോലെ തന്നെ പിന്നെ ഹൈലറോണിക് ആസിഡ്, നയാസിനമൈഡ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഈ വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ. അപ്പം നയാസിനമൈഡ് എന്തിനാണ് സഹായിക്കുന്നത്? നയാസിനമൈഡ് നമ്മുടെ ഫേസിൽ എപ്പോഴും നമ്മുടെ ചെറിയ ഓറഞ്ചിൻ്റെ മുകളിലുള്ള തൊലിയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ ചെറിയ കുഴികളുണ്ടായിരിക്കുമല്ലോ, ഓപ്പൺ പോസ്. അപ്പോൾ ഓപ്പൺ പോസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ നയാസിനമൈഡ് സഹായിക്കും. പിന്നെ വൈറ്റമിൻ സി, ഓഫ് കോഴ്സ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യ. വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റനാവുക, നമ്മുടെ ഷെയ്ഡ്സ്, അതായത് നമ്മുടെ ഷെയ്ഡ്സിനെ കാട്ടിൽ 1-2 ഷെയ്ഡ് ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ വൈറ്റമിൻ സി ചെയ്യുന്നത്. അപ്പം തന്നെ ഈ വൈറ്റമിൻ സിയെക്കാട്ടി 10 മടങ്ങ് കൂടുതലെന്ന് പറയുമ്പോൾ അത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കണ്ടേ. ആൻഡ് റോഡിൽ കൂടെ വണ്ടി പോകുന്നുണ്ട് ഗൈസ്, നിങ്ങൾ ക്ഷമിക്കണം. യൂസ് ചെയ്തിട്ടുള്ള കാര്യം പറയാം. യൂസ് ചെയ്തിട്ട് ആദ്യമൊന്നും എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടൊന്നും എനിക്ക് വലിയ ഒരു ബെറ്റർമെൻ്റ് ആയിട്ട് തോന്നിയില്ല. ഇതിപ്പോൾ ഞാനൊരു 1-1.5 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്തിട്ട് ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 1.5 ആഴ്ചയൊന്നും എനിക്ക് ഒന്നും തോന്നില്ല. പിന്നീട് ഗ്രാജുവലി സ്കിൻ ബ്രൈറ്റ് ആവാൻ തുടങ്ങി. ആ സമയത്താണ് ഞാൻ ഇവിടെ കോഴിക്കോട് പോയിരുന്നത്. കോഴിക്കോട് പോയി എൻ്റെ കൈയും അതുപോലെ തന്നെ ഫേസും ഒക്കെ ടാൻ അടിച്ചിരിക്കും. അങ്ങനെ എൻ്റെ ഫേസ് എല്ലാം ഡള്ളായിട്ടിരിക്കുമ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിത് വാങ്ങിച്ച് യൂസ് ചെയ്ത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ച് യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ട്രസ്റ്റ് യു ഗൈസ്, നല്ല കിടിലൻ റിസൾട്ടായിരുന്നു. 1.5 ആഴ്ച കഴിഞ്ഞപ്പം എൻ്റെ ടാൻ ഒന്ന് കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു മനസ്സിനകത്തൊരു കോൺഫിഡൻസ് വന്നു, ഓക്കെ ഇത് ടാൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവരിതിനകത്ത് അവകാശപ്പെടുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഡൾ സ്കിൻ റെഡ്യൂസ് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. ഡൾ സ്കിന്നിനെ റെഡ്യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടെ പിന്നെ ഇവൺ ടോൺ ആക്കി വയ്ക്കുമെന്ന് അവരിതിനകത്ത് പറയുന്നുമുണ്ട്. അതേ കണക്ക് തന്നെ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും നമ്മൾ സാധനം ഒഴിവാക്കിയിട്ട് വേണം ഇത് യൂസ് ചെയ്യാനെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മാത്രമല്ല, ഏതൊരു സാധനം സൺസ്ക്രീൻ അല്ലാതെ ഒരു സാധനവും നമ്മുടെ കണ്ണിന് ചുറ്റും നമ്മൾ ഇടാൻ പാടില്ല. നിങ്ങൾക്കിത് കാണാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. സൈഡിൽ പിക്ചർ കൊടുത്തേക്കാം ഇതിനെക്കുറിച്ചുള്ളത്. ഇത് കാണാൻ എനിക്കറിയത്തില്ല ഗൈസ്.
ഇച്ചിരി വാട്ടറി ആയിട്ടുള്ള സാധനമാണ്. ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ക്രീമി ഒന്നും അല്ല, വാട്ടറി ആണ് എന്നാൽ ക്രീമിയുമാണ്, അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നതാണ്. പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് എന്താ പറയുക അബ്സോർബ്ഡ് ആവും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സ്റ്റേയിൽ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഒരു 1-2 പേര് എനിക്ക് DM ചെയ്തായിരുന്നു, ഇത് നമ്മൾ എന്താ പറയുക ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാതാവുമ്പോഴത്തേക്ക് എക്സ്ട്രാ ഡ്രൈ ആവുന്നുണ്ടെന്ന്. എൻ്റെ പൊന്നു മക്കളെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളൊരു കാര്യം വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. എന്ത് സാധനമാണെന്ന് പറഞ്ഞോട്ടെ, എന്ത് സാധനം നിങ്ങളുടെ ബേസിക് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്ന ഒരാളായിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സെറമിൻ ലോഷൻ ആണ്, ഓക്കെ, ഇതിനകത്ത് ഗ്ലൂട്ടാഗ്ലോ ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, നയാസിനമൈഡ് ഉണ്ട്, വൈറ്റമിൻ സി കാട്ടിൽ 10 മടങ്ങ് ഇതാ. അപ്പം ഒരു സെറമിൻ ലോഷൻ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലെ മോയ്സ്ചർ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ലതുപോലെ ഇരിക്കും. അതുകൊണ്ട് മോയ്സ്ചറൈസർ വേണ്ട എന്നൊരു ചിന്താഗതി നിങ്ങൾ വിചാരിക്കില്ല. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ പണി കിട്ടുന്നല്ല. ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിയാലും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ പിന്നെ പാച്ച് ടെസ്റ്റ് എടുത്തിട്ട് വേണം നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും അത് മാത്രമല്ല, ഏത് പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇറിറ്റേഷൻസ് ഇച്ചിങ് റെഡ്നെസ് ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ മസ്റ്റായിട്ടും നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം നിങ്ങളുടെ സ്കിൻ ബാരിയർ ബ്രേക്ക് ആയതുകൊണ്ടായിരിക്കണം അങ്ങനെയുള്ള ഇറിറ്റേഷൻസും ഇച്ചിങ്ങും റെഡ്നെസ്സും ഒക്കെ വരുന്നത്. അപ്പം എന്തായാലും ഇത് ഉപയോഗിച്ചിട്ട് അങ്ങനെ വരുമെന്നല്ല ഞാൻ പറയും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ മസ്റ്റായിട്ടും ഫേസ്റ്റും അതുപോലെ തന്നെ ഫോർമോസ്റ്റുമായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കും. അതാണ് മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് ഒരു 1-2 മിനിറ്റ് കഴിയുമ്പം ഇത് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഫേസിൽ മാത്രമല്ല ഈവൻ ബോഡിയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇത് തീരാതെ വരുന്നത് കൊണ്ട്, ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതായതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ബോഡിയിലും ഇതാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈയൊക്കെ നല്ല ടാൻഡായിരുന്നു. കുറച്ചുകൂടെ പിന്നെ എന്താ പറയുക എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. ചേഞ്ച് ആയിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്രോഡക്റ്റ് എടുത്ത് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ചിലപ്പം ഇതിനെക്കാട്ടി വലിയ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാസ്ലിൻ ഗ്ലൂട്ടാഹയെക്കുറിച്ച് ഇതിനെക്കാട്ടിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഉറപ്പായിട്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ Q&A പോലെ ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ട് ഇന്നൊന്ന് ഗ്ലോ ആവാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. കാരണം ഞാനിതൊരു 2 ആഴ്ചയൊക്കെ ഇട്ടപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ, ഇതിപ്പോൾ ഞാൻ മാത്രമല്ല യൂസ് ചെയ്തത് കേട്ടോ, നമ്മുടെ വീട്ടിൽ എൻ്റെ ഇത്താക്ക് ഡ്രൈ സ്കിന്നാണ്, എൻ്റെ ഇത്താടെ മൂക്ക് കോമ്പിനേഷൻ സ്കിന്നാണ്, എനിക്ക് ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ്. ഞങ്ങൾ 3 പേരും ഒരുപോലെ യൂസ് ചെയ്ത കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ കിടിലനാണ്, എല്ലാവർക്കും നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇയാൾ മാത്രമേ യൂസ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ അങ്ങ് ഇത് പറഞ്ഞാൽ കൊള്ളത്തില്ലല്ലോ, അങ്ങനെ ഇയാളുടെ റിസൾട്ട് തന്നെ ആയിരിക്കണോ എനിക്കൊന്ന് ചോദിക്കാനൊരു ഇത്. ഞാൻ ഡിഫറെൻറ്റ് സ്കിൻ ടൈപ്പിൽ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് കണ്ടിട്ട് തന്നെയാണ് ഞാനിത് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ ഒരു കാര്യവും വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഗൈസ്. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കണം. ഞാൻ നിങ്ങൾക്ക് എന്തായാലും 100% കിടിലൻ റിസൾട്ട് തരുന്ന പ്രോഡക്റ്റ് മാത്രമേ റിവ്യൂ ചെയ്യൂ. പിന്നെ എനിക്ക് ഫ്ലോപ്പായിട്ട് തോന്നുന്ന പ്രോഡക്റ്റ് ഞാൻ അതുപോലെ തന്നെ വന്ന് റിവ്യൂ ചെയ്യും. പിന്നെ അതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ച് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്തില്ല ഒരു കണ്ടന്റ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ ഒരുപാട് എഫേർട്ട് ഇട്ടാണ് ഇതാക്കുന്നത്. അപ്പം ഞങ്ങൾ എഫേർട്ട് ഇടുന്നതിൻ്റെ ഒരു റിവാർഡ് പോലെയാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരു ലൈക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ കോമ്പിനേഷൻ സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ളവരുണ്ടായിരിക്കും, ഡ്രൈ സ്കിൻ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരുണ്ടായിരിക്കും, നോർമൽ സ്കിന്നിൽ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരുണ്ടായിരിക്കും. ആരായാലും നിങ്ങൾക്ക് ചിലപ്പം നിങ്ങളിത് മസ്റ്റായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് എടുത്തിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്ക് ഇറിറ്റേഷൻസും ഇച്ചിങ്ങും ബേണിങ്ങും ഒക്കെ, കാരണം ഇത്രയും ഒരു ആക്റ്റീവ്സിൻ്റെ ഓവർപാക്ക് ആയിട്ട് വരുമ്പോഴത്തേക്ക് ചിലപ്പം നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ നിങ്ങളുടെ സ്കിന്നിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. മസ്റ്റായിട്ടും നിങ്ങൾ എന്തെടുക്കണം, നിങ്ങൾ പാച്ച് ടെസ്റ്റ് എടുത്തിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം സംശയങ്ങളൊക്കെ കമൻറ്റ് ഡൗൺ ചെയ്യണം. ഉറപ്പായിട്ടും ഞാനൊരു Q&A പോലെ ഇതിൻ്റെ, അതായത് ഒരു പാർട്ട് 2 ഇതിൻ്റെ തന്നെ, ഇപ്പോൾ ഏത് പ്രോഡക്റ്റാണ് ചെയ്യുന്നത് അതിൻ്റെ പാർട്ട് 2 ആയിട്ടൊരു Q&A പോലെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി കാണുന്നിടം വരെ, until then bye from Ashmi.